ഇന്നിപ്പോൾ നമ്മൾ ചെക്കരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി തിരൂരിലോട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോയതാണ്. അപ്പോഴാ അവിടെ പോയപ്പോൾ ട്രെയിനില്ല. അവനക്ക് കേന്ദ്രത്തേക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ ഇല്ല. അന്ന് വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്നും നോക്കണ്ട, നമ്മളെ പഴയ പരിപാടി എടുക്കാമെന്ന് പറഞ്ഞ് നേരെ വിട്ട് എവിടെ നല്ല ഫുഡ് കിട്ടണം അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് വിട്ട് നേരെ എത്തിയതാണെങ്കിൽ വൈലത്തൂർ. ഒന്നും നോക്കിയില്ല, വൈലത്തൂർ ബൈപ്പാസിലുള്ള ഈ കാണുന്ന കടയിൽ അങ്ങ് കയറി. അവിടെ സ്പെഷ്യലാന്ന് പറഞ്ഞ് എന്ത് ബീഫ് മഷുവായി. ഒന്നും നോക്കിയില്ല, ഓർഡർ കണ്ട് കൊടുത്തു. പോരട്ടെ എന്ന് പറഞ്ഞ് അത് റെഡിയാക്കി അവർ ടേബിളിൽ കൊടുന്ന് വെച്ചപ്പോൾ അമ്മ ടേസ്റ്റ് ഐറ്റം എന്നറിയാം. അവർ ആ കുബൂസും ആ ബീഫും പാടെ ഒന്നിച്ച് പിടിച്ചിട്ട് അതങ്ങ് തിന്നുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടെന്ന് അത് വേറെ വൈബ് തന്നെ. ആ ഇറച്ചൊക്കെ നോക്ക്, സ്മൂത്ത് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് ആ കുബൂസിലും കിട്ടി ആ കറിയിലൊന്ന് ടച്ച് ചെയ്ത് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീല് വേറെ തന്നെ കേട്ടോ. അതൊക്കെ കഴിച്ച് സെറ്റായി ഒന്നും നോക്കിയില്ല, ബില്ലൊക്കെ എല്ലാം കൊണ്ടിട്ട് കൊടുപ്പിച്ച് നേരെ പോയി വേറെ പരിപാടി. നമ്മളെ പഴയ പരിപാടിയല്ലേ, ബില്ല് വേറെ കൊടുക്കൽ വേറെ ആൾ, നമ്മൾ കൊടുക്കില്ലല്ലോ. നമ്മൾ ആ കൊടുത്ത് നേരെ പോന്ന് നേരെ തിരുവിൻ്റെ ഇനിയും പോയി. അപ്പോൾ അവനക്ക് ട്രെയിന് വരാനുള്ള ടൈമായി. നേരെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ടിക്കറ്റൊക്കെ അവനെ കൊണ്ട് എടുപ്പിച്ച്. അവനക്ക് പോകാനുള്ള ടിക്കറ്റ് അവൻ തന്നെയല്ലേ എടുക്കേണ്ടത്. അതൊക്കെ അവനെടുത്ത് അപ്പം നമ്മൾ ഒന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടോക്കി. എമ്മ ലുക്കാന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം പുതിയത് പുത്തൻ പണിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേറെ ട്രെയിനൊക്കെ കണ്ടു നിന്നപ്പോൾ ട്രെയിൻ അങ്ങ് തീരണില്ല, പോയത് കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ അവൻ്റെ ട്രെയിൻ വന്ന് അവൻ ഓടിയില്ലേ. ആ പോണ പോക്കാണ് ആ കാണുന്നത്. കിട്ടിയ പാടത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവൻ പാഞ്ഞ് കഴിച്ചിലായത് ആ ട്രെയിനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ പോയത് തന്നെ. അവനും പറഞ്ഞു വിട്ടിട്ട് നേരെ വിട്ട് തിരിച്ച് വീട്ടിലോട്ട്. ആഹാ, ഇന്നത്തെ താണ്ട് എൻജോയ് ആയി.